السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. കഴിഞ്ഞ 90 വർഷക്കാലം തുറന്ന പുസ്തകം പോലെ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, ആത്മീയ ഇടപെടലുകൾ നടത്തി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കാന്തപുരം ഉസ്താദ്. കാന്തപുരം ഉസ്താദ് വാർത്താമാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത് ഒരു അസാധാരണ സംഭവമല്ല. സാധാരണയായി ഈ രാജ്യത്ത് സമുദായവും രാജ്യവും സമൂഹവും ഒക്കെ അഭിമുഖീകരിക്കുന്ന എന്ത് വിഷയങ്ങൾ വരുമ്പോഴും മാധ്യമങ്ങൾ, മാധ്യമ പ്രവർത്തകർ ഒന്നാം നമ്പറായി പ്രതീക്ഷിക്കുന്ന, ഒരു അഭിപ്രായം പ്രതീക്ഷിക്കുന്ന, നിലപാട് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ബഹുമാന്യരായ കാന്തപുരം ഉസ്താദ്. അതുകൊണ്ട് മീഡിയകളിൽ, മാധ്യമങ്ങളിൽ പലപ്പോഴും നിറഞ്ഞു നിൽക്കാറുള്ള ഉസ്താദ് കഴിഞ്ഞ 2 ആഴ്ചക്കാലത്തിനിടയിൽ, തന്റെ 90 വർഷക്കാലത്തെ ജീവിതത്തിനിടയിൽ ഇതുവരെ ഇല്ലാത്ത മുഖ്യധാരാ മാധ്യമങ്ങളിലും ചാനലുകളിലും സോഷ്യൽ മാധ്യമങ്ങളിലും ഇന്ത്യ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലെ ഇംഗ്ലീഷ്, ഉറുദു, ഹിന്ദി, ഔദ്യോഗികവും അല്ലാത്തതുമായ ചാനലുകളിലും പത്രങ്ങളിലുമൊക്കെ ഉസ്താദ് നിറഞ്ഞു നിൽക്കുകയാണ്. ഉസ്താദ് അങ്ങനെ നിറഞ്ഞു നിൽക്കാനുള്ളൊരു പ്രത്യേക കാരണം എന്താണ്? എല്ലാവർക്കും അറിയാം. അസാധാരണമായ എന്തെങ്കിലും ലോകത്ത് സംഭവിച്ചിട്ടുണ്ടോ സഹോദരന്മാരെ? കാന്തപുരം ഉസ്താദിന്റെ ജീവിതത്തിൽ ഓരോ 24 മണിക്കൂറും കഴിഞ്ഞു പോകുമ്പോ ഉസ്താദിന്റെ മുന്നിൽ, ഉസ്താദിന്റെ വ്യത്യസ്തങ്ങളായ ഇടപെടലുകൾക്കിടയിൽ, തന്റെ ഓഫീസിൽ അല്ലെങ്കിൽ തന്നെ കണ്ടുമുട്ടുന്ന സ്ഥലങ്ങളിൽ ജീവിതത്തിലെ നാനാ തുറകളിൽപ്പെട്ട ജനങ്ങൾ വന്ന് അവരുടെ വിഷയങ്ങൾ പറയാറുണ്ട് ഉസ്താദിനോട്. കാന്തപുരം ഉസ്താദിന്റെ വിശ്വപ്രസിദ്ധമായ പ്രഭാത സമയത്ത് നടക്കുന്ന ബുഖാരി എന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ ഹദീസ് ഗ്രന്ഥത്തിന്റെ ക്ലാസ് കഴിഞ്ഞാൽ ഉസ്താദ് ഓഫീസിലേക്ക് വരുമ്പോഴേക്കും അവിടെ ജനനിബിഡമായിരിക്കും. ഓരോരുത്തർക്കും അവരുടേതായ ആത്മീയമായ, ഭൗതികമായ, കുടുംബപരമായ, സാമ്പത്തികമായ, അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ പറയാൻ, അത് ഒന്ന് ഉസ്താദിനോട് പങ്കുവെക്കാൻ, ഉസ്താദിൽ നിന്ന് പരിഹാരം തേടി വരാറുണ്ട്. എന്നതുപോലെ ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോകുന്നതിനിടയിൽ ഉസ്താദിന്റെ മുന്നിലേക്ക് കടന്നു വന്ന ഒരു പ്രശ്നം മാത്രമാണ് നിമിഷപ്രിയ എന്ന മലയാളിയായ ഒരു യുവതിയുടെ യമനിൽ കഴുമരം കാത്തിരുന്ന് ഡേറ്റ് നിശ്ചയിച്ച് കഴിഞ്ഞ മാസം 16-ാം തീയതി അഥവാ പ്രതികാര കൊലയ്ക്ക് വിധേയമാകുമെന്ന് വിധിക്കപ്പെട്ട ഒരു സഹോദരിയുടെ പ്രശ്നവും അതിന് സമാനമായ ഒരു സാധാരണ പ്രശ്നമായിട്ടാണ് ഉസ്താദിന്റെ മുന്നിലേക്ക് വന്നത്. പിന്നെ എന്തുകൊണ്ട് സഹോദരന്മാരെ ഇത്രമേൽ ഉസ്താദിന്റെ 90 വർഷക്കാലത്തെ ജീവിതത്തിനിടയിൽ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത മാധ്യമ ചർച്ചകൾക്ക്, നെഗറ്റീവായ ചർച്ചകളെ ഞാൻ മാറ്റിവെക്കുകയാണ്, പോസിറ്റീവായി സമൂഹത്തിലെ എല്ലാ തുറകളിലെ ജനങ്ങളും ഒരുപോലെ ബഹുമാന്യരായ ഉസ്താദിന്റെ ഇടപെടലിനെ അഭിനന്ദിച്ചുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട് വാനോളം പുകഴ്ത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. എന്താണ് ഇതിന് ഇത്രയും വലിയ പ്രാധാന്യം ലഭിക്കാനുള്ള കാരണം? ഒന്നാമത്തെ കാരണം, നിമിഷപ്രിയ എന്ന മലയാളി യുവതിയുടെ ഈ വധവും അത് സംബന്ധമായ ജയിൽ ജീവിതവും, അതുപോലെ തന്നെ അവസാനം തൂക്കിക്കൊല്ലാൻ അല്ലെങ്കിൽ വധിക്കപ്പെടാൻ വിധിക്കുക എന്ന സംഭവം കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അങ്ങനത്തെ ഒരു വിഷയത്തിൽ ഉസ്താദ് ഇടപെട്ടു എന്നതാണ് പ്രശ്നം. മറ്റൊരു കാര്യം, വധിക്കപ്പെടുന്ന ഡേറ്റിന്റെ തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത കോടതിയിൽ ഈ വിഷയം എത്തിയപ്പോ ആ വിഷയത്തിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിനോട് കോടതി ഈ വിഷയത്തിലുള്ള നിലവിലുള്ള ലേറ്റസ്റ്റ് ആയുള്ള സ്റ്റാറ്റസ് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണ്? ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും അറിയാം, ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാനില്ല. നയതന്ത്ര തലത്തിൽ അതിന് പറ്റിയ ഒരു അന്തരീക്ഷമില്ലാത്ത യമൻ രാജ്യത്തെ ഈ സംഭവത്തിൽ നമുക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല എന്ന നിസ്സഹായരായി കൈമറത്തിയ വാർത്ത ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾ കേട്ടിരിക്കുന്നതിന്റെ തൊട്ടു പുറകെ വരുന്ന ദിവസങ്ങളിലാണ് ബഹുമാന്യരായ കാന്തപുരം ഉസ്താദിന്റെ ഇടപെടൽ കാരണം ഈ തൂക്കിലേറ്റുക എന്ന, അല്ലെങ്കിൽ വധം ആ ഒരു കാര്യം നീട്ടിവെച്ചതായുള്ള വിഷയം പുറത്തു വരുന്നത്.
അത് ശരിയോ തെറ്റോ എന്ന് ചിലവർ ചർച്ച ചെയ്യാൻ ശ്രമം നടത്തുകയുണ്ടായി. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, സുപ്രീം കോടതിയുടെ മുന്നിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നിസ്സഹായനായി കൈമറത്തിയ ഒരു സംഭവത്തിൽ 16-ാം തീയതി കഴുമരത്തിൽ ഏറ്റപ്പെടുമെന്ന് ഉറപ്പിച്ചിരിക്കുന്ന ഒരു സംഭവം അതന്ന് നടന്നില്ല, 2 ആഴ്ച പിന്നിട്ടിരിക്കുന്നു എന്ന കാര്യം പകലുപോലെ നട്ടുച്ച പോലെ ലോകത്തെ മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. ഒരു കാരണം അതാണ് ഈ ഒരു സംഭവം, ഈ ഒരു വിഷയം ഇത്രയും ചർച്ച ചെയ്യാൻ കാരണം. അതിലേറെ പ്രാധാന്യമുള്ള ഒരു വിഷയമുണ്ട്. ഇന്ത്യ രാജ്യത്ത് മുഴുവൻ സംസ്ഥാനങ്ങളിലും ഭാഷ സമുദായം ഭേദമന്യേ, വലത് ഇടത് ഭേദമന്യേ സർവ മാധ്യമങ്ങളിലും ഇത് ചർച്ചയ്ക്ക് വിധേയമാവാനുള്ളൊരു കാരണം മുസ്ലിം മതപണ്ഡിതന്മാരെ സംബന്ധിച്ച്, ഇസ്ലാമിനെ സംബന്ധിച്ച്, മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് അടുത്ത കാലത്ത് നമ്മുടെ രാജ്യത്ത് പ്രചരിപ്പിക്കപ്പെടുന്ന ചില ഒരിക്കലും യാഥാർത്ഥ്യത്തോട് യോജിക്കാത്ത ചില പ്രചാരണങ്ങൾ മനസ്സിലാക്കിയ ഒരു ജനതയുടെ മുന്നിലാണ്. അവര് കേട്ട് മനസ്സിലാക്കിയതോ വിചാരിച്ചു വെച്ചതോ ആയ മുസ്ലിം പണ്ഡിതന്മാരിൽ നിന്ന് വ്യത്യസ്തമായി, യഥാർത്ഥത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ അങ്ങനെയല്ല. കാരണം ഇസ്ലാമിക പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ട്രഡീഷണൽ ഇസ്ലാമിനെ, പാരമ്പര്യ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന പണ്ഡിതന്മാരുടെ പണ്ഡിത ധർമ്മവും അവരുടെ ആക്ടിവിസവും ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഉത്തരേന്ത്യയിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. കേരളത്തിലെ ജനങ്ങളോട് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം ജാതിയും മതവും നോക്കാതെ മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന പാരമ്പര്യമാണ് പ്രവാചകന്മാരുടെ അൽ ഉലമാ വറസത്തുൽ അംബിയ എന്ന പ്രവാചകന്മാരുടെ ആ പാരമ്പര്യം അല്ലെങ്കിൽ അനന്തരാവകാശം ഏറ്റെടുത്ത പണ്ഡിത ധർമ്മവും അവരുടെ